നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നടുവണ്ണൂർ വോളി അക്കാദമിയിൽ കക്കൂസ് മാലിന്യ പ്രശ്നം പ്രതിഷേധവുമായി വീണ്ടും കർമ്മസമിതി. 5 ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കുമെന്ന് ട്രസ്റ്റ് അധികൃതർ വ്യക്തമാക്കി. കനത്ത മഴയെ തുടർന്ന് നടുവണ്ണൂർ വോളിബോൾ അക്കാദമിയുടെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും കക്കൂസ് മാലിന്യം ഒലിച്ചിറങ്ങി സമീപ വീടുകളിലെ കിണർവെള്ളം വൃത്തിഹീനമായി. ഇതുമൂലം കൊതുക് ശല്യവും ദുർഗന്ധവും വന്നതോടെയാണ് പ്രദേശവാസികൾ കർമ്മസമിതി രൂപീകരിച്ച് പ്രതിഷേധവുമായി എത്തിയത്. അശാസ്ത്രീയമായി നിർമ്മിച്ചതാണ് ടാങ്കെന്നും ഉടൻ തന്നെ ടാങ്ക് മാറ്റിസ്ഥാപിച്ച് പ്രശ്നപരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നടുവണ്ണൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. എന്നിട്ടും പരിഹാരം കാണാത്തതിനാലാണ് വീണ്ടും പ്രതിഷേധം നടത്തേണ്ടി വന്നതെന്ന് കർമ്മസമിതി പ്രവർത്തകർ പറഞ്ഞു. എൻ്റെ വീട് ഈ അക്കാദമിൻ്റെ തൊട്ട് മുന്നിലാണ്. കഴിഞ്ഞ 16-ാം തീയതി രാവിലെ ഞങ്ങളിവിടെ നല്ല മഴയാണ്. ആ മഴയത്ത് ഞങ്ങൾ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അക്കാദമിയിലെ കക്കൂസ് ടാങ്ക് പൊട്ടിയിട്ട് കക്കൂസ് മാലിന്യമല്ല, കക്കൂസ് തന്നെ ഈ റോഡിൽ കൂടെ എങ്ങനെ ഒലിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ ആരും ഒരു 4 ദിവസത്തേക്ക് ഈ പ്രദേശത്തേക്ക് വന്നില്ല. കാരണം വെച്ചാൽ ഈ വീട്ടിലുള്ള ആൾക്കാർ കംപ്ലീറ്റ് സ്മെല്ലായിരുന്നു. ഒരു കക്കൂസ് ഒലിച്ചാൽ എങ്ങനെയാണ് അവസ്ഥ എന്നുള്ള എല്ലാവർക്കും മനസ്സിലാകില്ല. കിടക്കുകയാണ് ഇതിൻ്റെ ഈ സ്ലാബ്. അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തത്. അവിടെ നിന്നാണ് ഈ ഉറക് വരുന്നത്. പിന്നെ അതിലെങ്ങനെ ആ ഉറക് വെള്ളം കാണി തെറ്റ് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ഒരു സ്പേസ് ഉണ്ടല്ലോ. കാരണം എനിക്ക് കക്കൂസിൻ്റെ മെയിൻ ഹോള് കിടക്കുന്ന അവിടെയാണ്. അവിടെ കുളിക്കാൻ കഴിയില്ല, അങ്ങോട്ട് നീക്കാൻ കഴിയില്ല. അവിടെ ആ വീടിൻ്റെ താഴെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഇത് കുത്തിയിട്ട് ഇത് നീക്കാൻ കഴിയില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരന്തം. കൺവീനർ മൊയ്തി NK, രമേശ് കാവിൽ, ഷൈമ ആക്ഷൻ കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ ഷൈമ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ചർച്ചയിൽ വോളിബോൾ അക്കാദമി സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റുമായ KV ദാമോദരൻ മാസ്റ്റർ, ട്രഷറർ കൃഷ്ണകുമാർ, TM ശശികുമാർ, ബാലൻ നായർ, ഊരാളുങ്കൽ സൊസൈറ്റി എഞ്ചിനീയർ അരുൺ, കിക്കോ എഞ്ചിനീയർ സാൻജോ കെ ജോസ് എന്നിവരും പങ്കെടുത്തു. 5 ദിവസത്തിനുള്ളിൽ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് അറിയിച്ചതോടെ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചതെന്ന് വാർഡ് മെമ്പർ ഷൈമ പറഞ്ഞു. 2 ദിവസമായി ഈ ഒരു പ്രശ്നം ഇവിടെ തുടങ്ങിയിട്ട്. പക്ഷേ കർമ്മസമിതി നിരന്തരമായ മീറ്റിങ്ങുകളിലൂടെയോ അതുപോലെ തന്നെ പഞ്ചായത്തും ഈ എഞ്ചിനീയറിംഗ് വിങ്ങിനെല്ലാം ഉപയോഗിച്ച് നിരന്തരമായ മീറ്റിങ്ങുകളിലൂടെയോ ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം കാണുക എന്നായിരുന്നു നമ്മളുടെ ലക്ഷ്യം. എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ടാണ് ഇത്തരമൊരു അക്കാദമി വന്നത്. ഇന്ത്യയിൽ 2ാമത്തെ ഒരു അക്കാദമിയാണ് ഈ ഒരു എല്ലാ ഇത്തരത്തിലുള്ള അത്യാധുനിക സൗകര്യത്തോടു കൂടി. പക്ഷേ ഈ ഒരു അക്കാദമി നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ പരിസരത്തുള്ള ജനങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ, ഒരു പ്രയാസം ഇല്ലാത്ത രീതിയിൽ ഈ അക്കാദമി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. എന്തു തന്നെയായാലും ഇന്ന് എടുത്ത ഈ ഒരു തീരുമാനം ശാശ്വതമായ പരിഹാരം അക്കാദമി പൂർണ്ണമായി മാറ്റുക എന്ന് തന്നെയായിരുന്നു കർമ്മസമിതിയുടെ നിർദ്ദേശം. അക്കാദമിയിലെ സെപ്റ്റിക് ടാങ്ക് പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കുക എന്നതായിരുന്നു. എന്തു തന്നെയായാലും ആ ഒരു തീരുമാനം അതിൻ്റെ പ്രാവർത്തികമായ രീതിയിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇന്നിവിടെ ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിയത്. അപ്പോൾ ഇനി അവർ പറഞ്ഞത് 5 ദിവസത്തെ ഇതിനൊരു തീരുമാനം അറിയിക്കാൻ വേണ്ടി 5 ദിവസത്തെ ഔദ്യോഗികമായ സമയം വേണമെന്നാണ്. എന്തായാലും അത് ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു തീരുമാനം എടുത്ത് അക്കാദമി ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ഇനി ഈ ഒരു മാലിന്യ പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ എത്ര നമ്മളൊരു ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ ഈ ഒരു സെപ്റ്റിക് ടാങ്ക് ഉണ്ടാക്കണോ. ഈ ഒരു അക്കാദമി കാരണം ഇനി ഇവിടുത്തെ പരിസരത്തുള്ള ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നാണ് വാർഡ് മെമ്പർ എന്ന നിലയിലും അതുപോലെ തന്നെ നമ്മുടെ കർമ്മസമിതിയുടെ ചെയർപേഴ്സൺ എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.